രണ്ടാം ഘട്ടമായ വ്യാഴാഴ്ച 95 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബിജെപിക്ക് ആശങ്കയേറുകയാണ്. UP, ബീഹാർ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ സീറ്റുകൾ ഏറെ നഷ്ടപ്പെടുമെന്നതാണ് ബിജെപി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. ഒന്നാം ഘട്ടത്തിൽ 91 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി ലഭിക്കുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നതും. തുടർന്നാണ് വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളുമായി പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങിയതും. ഇക്കുറി ഉത്തരേന്ത്യയിലും പശ്ചിമേന്ത്യയിലും ബിജെപിക്ക് വലിയ തോതിൽ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലോ ദക്ഷിണേന്ത്യയിലോ നിന്ന് കൂടുതൽ സീറ്റുകൾ ലഭിക്കാനും വഴിയില്ല. ബിജെപിക്ക് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് പ്രാദേശിക പാർട്ടികളുടെ സഖ്യങ്ങളാണ്. 150 സീറ്റിനപ്പുറം പോകില്ലെന്നാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിലയിരുത്തലും. സംഘപരിവാറിന്റെ പേരിൽ വർഗീയ പ്രചാരണം നടത്തിയും മോഹന വാഗ്ദാനങ്ങൾ നൽകിയുമാണ് നരേന്ദ്രമോദി 2014 അധികാരത്തിലെത്തിയത്. 1984 ശേഷം ആദ്യമായി 2014 ലോക്സഭയിൽ ഒറ്റ കക്ഷിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചതും. 543 ബിജെപിക്ക് മാത്രം 282 സീറ്റും NDAക്ക് ആകെ 336 സീറ്റും ലഭിച്ചു. അധികാരത്തിന്റെ ലഹരിയിൽ ജനങ്ങളെ മറന്ന ബിജെപി ആദ്യ 6 മാസം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തി എന്ന നിലയിൽ പെരുമാറുകയായിരുന്നു. മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചെടുക്കുക കൂടി ചെയ്തതോടെ അമിത്ഷാ 50 വർഷത്തേക്ക് ബിജെപി തന്നെ ഇന്ത്യ ഭരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭൂമി ഏറ്റെടുക്കൽ നിയമം ഭേദഗതി ചെയ്ത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഓർഡിനൻസ് ഇറക്കിയതോടെ മോദിയുടെയും ബിജെപിയുടെയും പടിയിറക്കത്തിന് തുടക്കമാവുകയായിരുന്നു. 2015 ഡൽഹി, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി പരാജയപ്പെട്ടു. 2015 ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേരിടുകയും ചെയ്തു. കയ്യിലുള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടു തുടങ്ങുന്ന അവസ്ഥയിലുമായി. 2018 അവസാനത്തോടെ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പല സംസ്ഥാനങ്ങളിലും സീറ്റുകൾ ലഭിക്കാൻ സഹായിച്ചത് ഘടക കക്ഷികളായിരുന്നു. എന്നാൽ തെലുങ്കുദേശം, ജമ്മു കാശ്മീരിലെ PDP, RLSP തുടങ്ങിയ പല കക്ഷികളും NDA വിടുകയും ചെയ്തു. ബിജെപി സഖ്യം അവസാനിപ്പിച്ച് UPയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് SBSP. ഉത്തർപ്രദേശിലും ബീഹാറിലും നിന്നുമായി 2014 ബിജെപിക്ക് 93 സീറ്റാണ് ലഭിച്ചത്. ആകെയുള്ള സീറ്റാണെങ്കിൽ 120. കഴിഞ്ഞ തവണ ഗംഭീര വിജയം നേടിയ ഡൽഹി, ഗുജറാത്ത്, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് വൻതോതിൽ സീറ്റുകൾ നഷ്ടപ്പെടും. മറ്റു ചില സംസ്ഥാനങ്ങളിൽ പുതുതായി സഖ്യകക്ഷികളെ കണ്ടെത്താനും അധിക സീറ്റുകൾ നേടാനുമുള്ള പദ്ധതിയും കാര്യമായി മുന്നോട്ടു പോയില്ല. ചില ചെറുകക്ഷികൾ അമർഷത്തോടെയാണ് ബിജെപിക്കൊപ്പം നിൽക്കുന്നതും. മോദിയുടെയും ബിജെപിയുടെയും ഭാവി ശോഭനമല്ലെന്ന് കണ്ടാൽ ഇവർ പുതിയ വഴി തേടുകയും ചെയ്യും. ഭാവി സഖ്യകക്ഷികളായി ബിജെപി കരുതിയിരിക്കുന്ന BJD, തൃണമൂൽ കോൺഗ്രസ് എന്നിവയും അകലുകയായിരുന്നു. കഴിഞ്ഞ തവണ 71 സീറ്റ് ലഭിച്ച UPയിൽ ബിജെപിക്ക് ഇത്തവണ പകുതി സീറ്റ് പോലും ലഭിക്കില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. SPയും BSPയും വെവ്വേറെ മത്സരിച്ചതുകൊണ്ടാണ് ബിജെപിക്ക് 2014 നേട്ടം കൊയ്യാനായത്. എന്നാൽ ഇക്കുറി ഇരു പാർട്ടികളും RLDയും സഖ്യമായതോടെ ബിജെപിക്ക് 50 സീറ്റുകളെങ്കിലും നഷ്ടപ്പെടും. ബീഹാറിൽ RJD നേതൃത്വത്തിലുള്ള മുന്നണി NDAക്ക് കാര്യമായി ക്ഷതമേൽപ്പിക്കുകയും ചെയ്യും. BJP-JDU ബന്ധത്തിൽ വിള്ളൽ വീണു കഴിഞ്ഞിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA പരമാവധി സീറ്റ് നേടിയിരുന്നു, 48-ൽ 42. ജാർഖണ്ഡിൽ 14-ൽ 12 സീറ്റും ഹിമാചൽ പ്രദേശ് 4 സീറ്റും നേടി. ഈ സീറ്റുകളിലും ബിജെപിക്ക് ഇത്തവണ നഷ്ടം സംഭവിക്കും. ദക്ഷിണേന്ത്യയിൽ എത്തി നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ബിജെപി. 2014 തമിഴ്നാട്ടിൽ ബിജെപിക്കും ഘടകകക്ഷിയായ PMKയ്ക്കും ഓരോ സീറ്റ് ലഭിച്ചിരുന്നു. ശക്തമായ മോദി വിരുദ്ധ തരംഗം ആഞ്ഞിരിക്കുന്ന തമിഴകത്ത് ഇത്തവണ ഈ സീറ്റുകൾ പോലും നിലനിർത്താൻ കഴിയില്ല. തെലുങ്കുദേശം വിട്ടുപോയതിനാൽ ആന്ധ്രയിലും സഖ്യകക്ഷികൾ ഇല്ലാത്തതിനാൽ തെലങ്കാനയിലും ബിജെപിക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഒന്നുമില്ല. കർണാടകത്തിൽ 28 സീറ്റിൽ 17ലും കഴിഞ്ഞ തവണ വിജയിച്ച ബിജെപിക്ക് ഇത്തവണ കോൺഗ്രസ് JDS സഖ്യം കനത്ത വെല്ലുവിളിയാണ്. ഡൽഹി, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നേടിയ സമ്പൂർണ്ണ വിജയം ബിജെപിക്ക് ഇത്തവണ ആവർത്തിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ. കേരളത്തിൽ വർഗീയത അഴിച്ചുവിട്ട് പ്രചാരണം നടത്തുന്നുണ്ടെങ്കിലും ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്ന് BJP നേതൃത്വം തന്നെ വിലയിരുത്തിയിട്ടുമുണ്ട്. വെബ് ഡെസ്ക് കൈരളി ന്യൂസ്.